ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? എനിക്ക് സുഖമില്ല, എനിക്ക് കോൾഡാണ്. അപ്പം ഒരുപാട് ബുദ്ധിമുട്ട് മൂക്കടപ്പ് കാരണം. അപ്പം അതുകൊണ്ട് ഞാൻ ആസ്റ്റർ ക്ലിനിക്കിലോട്ട് പോവാണ്. സി റിംഗ് റോഡിലുള്ള അവിടെ ഒരു ഡോക്ടർ രവീന്ദ്രനെ അപ്പോയിൻമെൻ്റ് എടുത്തിട്ടുണ്ട്. അപ്പോയിൻമെൻ്റ് അല്ല, വാക്കിനാണ്. അപ്പം ഞാൻ ഊബർ ടാക്സി വിളിച്ച് പോവുകയാണ്. സാധാരണ എനിക്ക് അങ്ങനെ ഡോക്ടറെ കാണേണ്ടി വരില്ല, അല്ലെങ്കിൽ അതുപോലെ ബുദ്ധിമുട്ടുണ്ടെങ്കിലേ ഉള്ളൂ. ഇതിപ്പം 5-6 ദിവസമായിട്ട് മാറുന്നില്ല മൂക്കടപ്പ്. അപ്പം ഞാൻ വിചാരിച്ചു പാനഡോൾ മാത്രം കഴിച്ചാൽ മാറില്ല, ആൻറ്റിബയോട്ടിക്കിൻ്റെ ആവശ്യം ഉണ്ട് എന്ന് തോന്നിയിട്ട് ഞാൻ പോവുകയാണ്. ഡോക്ടർ രവീന്ദ്രൻ അത്യാവശ്യം നല്ല ഡോക്ടറാണ്, മലയാളിയാണ്. പിന്നെ ഒരു നല്ല പ്രായമുള്ള ഒരു ആളാണ്, ഒരു ഫാദർലി ഫിഗറാണ്. പിന്നെ അപ്പം അതുകൊണ്ട് തന്നെ ഡോക്ടറെ കാണുന്നത് ഇഷ്ടമാണ്. മുൻപും എന്തൊക്കെയോ ബുദ്ധിമുട്ട് വന്നപ്പോൾ ഡോക്ടറെ കണ്ടു, എന്തോ അസുഖം വന്നപ്പോൾ കണ്ടായിരുന്നു. ഞാൻ ആസ്റ്റർ ക്ലിനിക്കിൽ എത്തിയിട്ടുണ്ട്. ഇത് എൻ്റെ ഫ്രണ്ടാണ്, റോഡിനോട് ചേർന്ന ബിൽഡിങ്ങിൻ്റെ. ഞങ്ങൾ ഫാമിലിയായിട്ട് പോകുമ്പോൾ ഞങ്ങൾ ബേസ്മെൻറ്റിൽ പാർക്ക് ചെയ്തിട്ട് ലിഫ്റ്റ് വഴി അകത്തോട്ട് കയറുകയാണ് ചെയ്യുന്നത് സാധാരണ. ഇതിപ്പം നമ്മൾ ഊബറിൽ വന്നതുകൊണ്ട് അവർ ഡയറക്റ്റ് ഇങ്ങ് പാർക്ക് ചെയ്തു, നമ്മളെ കറക്റ്റ് ബിൽഡിങ്ങിൻ്റെ ഫ്രണ്ടിൽ കൊണ്ട് വിട്ടു. ഇപ്പോൾ ആസ്റ്ററിൻ്റെ റിസപ്ഷനിൽ ചെന്നു. ഇത് എനിക്ക് കിട്ടിയ ടോക്കണാണ്, ഞാനെടുത്ത ടോക്കൺ. അവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഡോക്ടറെ കാണാൻ വന്നിരിക്കുകയാണ് ആസ്റ്റർ ക്ലിനിക്കിൽ. സി റിംഗ് റോഡിലെ ക്ലിനിക്കാണ് ഖത്തറിൽ. വെയിറ്റിംഗ് ആണ്. സിസ്റ്റേഴ്സ് ടെമ്പറേച്ചർ നോക്കാനും വേണ്ടി വിളിച്ചു. അപ്പോൾ ആ റൂമിൽ പോയി, സിസ്റ്റേഴ്സ് റൂമാണത്. അത് കഴിഞ്ഞ് ഡോക്ടറിൻ്റെ റൂമാണിത്. ഫസ്റ്റ് പേഷ്യൻ്റ് ഞാനായിരുന്നു, ഞാൻ കണ്ടു ഡോക്ടറിനെ. അതിനുശേഷം ഞാൻ ഫാർമസിയിലോട്ട് പോവാണ്. മരുന്ന് തന്നിട്ടുണ്ട്, ആൻറ്റിബയോട്ടിക്സ് ഒക്കെ തന്നിട്ടുണ്ട്, നേസൽ സ്പ്രേ ഒക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഫാർമസി. പിന്നെ കുറച്ച് വെള്ളം കുടിക്കണമെന്ന് തോന്നി, ഒരു ഡിസ്പെൻസറുണ്ട്. കുറച്ച് ചൂടുവെള്ളം കുടിച്ചു. ഡോക്ടർ പറഞ്ഞു ചൂടുവെള്ളവും ഒക്കെ കുടിച്ചാൽ മതി, തൈരും പാലും മോരൊന്നും കുടിക്കണ്ട, കുറച്ച് ദിവസത്തേക്ക് മാറട്ടെ എന്ന് പറഞ്ഞു. അപ്പം കുറച്ച് വെള്ളം കുടിച്ചു. ഞാൻ തിരിച്ച് മരുന്നെല്ലാം വാങ്ങിച്ച് തിരിച്ച് ഇറങ്ങി. ഇത് ഫ്രണ്ട് വശമാണ്. തിരിച്ചിറങ്ങി ഞാൻ ഊബർ ബുക്ക് ചെയ്തു, റൈഡ് റിട്ടേൺ ബുക്ക് ചെയ്തു. ഇപ്പോൾ വണ്ടി വരും. അപ്പോൾ അതിന് വേണ്ടി താഴോട്ട് ഇറങ്ങുകയാണ്. അകത്ത് വെച്ച് തന്നെ ഞാൻ ബുക്ക് ചെയ്തായിരുന്നു. അതാണ് സേഫ് കൂടുതൽ ഇവിടെ. ഊബറാണ് സേഫ്. ഒരുപാട് ടാക്സീസ് ഉണ്ട്, ഊബറാണ് ഞാൻ കൂടുതൽ യൂസ് ചെയ്യുന്നത്. അവിടെ കണ്ടാൽ മനസ്സിലായി, അവിടെ കുറേ ടാക്സിക്കാർ നിൽപ്പുണ്ട്. അവരെന്നോട് ചോദിച്ചു, ഞാൻ പറഞ്ഞു ബുക്ക് ചെയ്തെന്ന്. അങ്ങനെ ഞാൻ തിരിച്ചു പോവുകയാണ്. ഇത് ഈവനിങ് ടൈമാണ്, നല്ല വെയിലെല്ലാം മാറി ഇരുട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ വിൻ്റർ സീസൺ ആകുമ്പോൾ നേരത്തെ ഇരുട്ടും. ഇതൊരു അറൗണ്ട് ഒരു 4:30 4:40 ഒക്കെ ആയിട്ടുള്ളൂ. അപ്പോൾ തന്നെ നല്ലൊരു ഈവനിങ്ങിൻ്റെ ടൈം ആയിട്ടുണ്ട്. 5 മണിയാകുമ്പോഴത്തേക്കും ഫുൾ അങ്ങ് ഇരുട്ടാവും, രാത്രി പോലൊക്കെ തോന്നും. ഇത് ഈവനിങ് ടൈമാണ്. അപ്പോൾ അതിൻ്റെ ഒരു കാഴ്ചയാണ് കാണാൻ പറ്റുന്നത്. ആകാശത്തോട്ട് നോക്കിയാൽ അതുകൊണ്ട് സൺസെറ്റിൻ്റെ ഒരു ടൈമായിട്ട് പിങ്ക് കളറിലൊക്കെ ആയിട്ട് വരുന്നു. സണ്ണിൻ്റെ ആകാശം നോക്കിയാൽ കാണാം. അപ്പോൾ അവിടെ ഞങ്ങളിപ്പോൾ വണ്ടിയിൽ പോവുകയാണ്. ട്രാഫിക്കിൽ അത് സിഗ്നലിൻ്റെ അവിടെ നിൽക്കുകയാണ് വണ്ടി. ഈവനിങ് റൈഡിൻ്റെ വീഡിയോ ആണിത്. എനിക്കിങ്ങനെ പോകുമ്പം ഈ ഈവനിങ് നൈറ്റ് റൈഡൊക്കെ എടുക്കാൻ ഇഷ്ടമാണ്. കാരണം നല്ല നല്ല കാഴ്ചകൾ കാണാം. നൈറ്റ് റൈഡാണ് കൂടുതൽ. ഞാൻ സൂക്കൽ മാമോറയിലെത്തി.
ഇങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞാലാണ് ഞങ്ങളുടെ സൈഡ്, ഞങ്ങളുടെ വീട്ടിലോട്ട് പോകുന്നത്. ഞങ്ങൾ മാമൂറ എന്ന സ്ഥലത്താണ് താമസിക്കുന്നത്, ഖത്തറിൽ. ഇനി അങ്ങോട്ട് പോകുന്നത് ഫുൾ നമ്മുടെ അടുത്തുള്ള ഏരിയ ആണ്. ഇനി കുറച്ച് പോയാൽ മതി. പോകുന്ന വഴിക്ക് ഞങ്ങൾ കുട്ടികളെയും കൊണ്ട് പോകുന്ന ഒരു സലൂണുണ്ട്, ലേഡീസിൻ്റെ സലൂണാണ്. ഞാനും മുടി വെട്ടാറുണ്ട്. മുടി വെട്ടുന്ന സലൂൺ കാണാം. മെറീന ബ്യൂട്ടി സലൂൺ എന്നാണ് അതിൻ്റെ പേര്. ഈ കാണുന്നതാണ് മെറീന ബ്യൂട്ടി സലൂൺ. അത് പാസ് ചെയ്ത് ഞങ്ങൾ വില്ലയിലോട്ട് പോകുന്നു. വീട്ടിലെത്തി. ഞാൻ അകത്തോട്ട് കയറുവാണ്. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്. പ്ലീസ് ലൈക്ക് ആൻഡ്